JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LDC LGS 2024 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇന്ന് നമ്മൾ LDC LGS 2024 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ എക്സാം ആണ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആൻസർ കീ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. സാധാരണ പരീക്ഷയ്ക്ക് LDC LGS പരീക്ഷ എഴുതുന്നവരെ തന്നെ ഇത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് 55 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സാധാരണ പരീക്ഷ എഴുതുന്നവരെ തന്നെ ഇത് എഴുതുക. എന്നിട്ട് ഓരോരുത്തർക്കും ലഭിക്കുന്ന മാർക്ക് എത്രയാണ് എന്ന് മെസ്സേജ് ചെയ്യുക. ആൻസർ കീ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LDC LGS പരീക്ഷയുടെ അതേ പോലെ തന്നെയുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാം ചെയ്ത് നോക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഖേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 1, 2 and 4, 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? ഒന്ന് തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്, ഓപ്ഷൻ സി എല്ലാം തെറ്റാണ്, ഓപ്ഷൻ ഡി 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? ഓപ്ഷൻ എ കണ്ണീരും കിനാവും, ഓപ്ഷൻ ബി ആദിഭാഷ, ഓപ്ഷൻ സി മലബാർ മാനുവൽ, ഓപ്ഷൻ ഡി 1.25 കോടി മലയാളികള്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? ഒന്ന് കേസരി ബാലഗംഗാധര തിലകൻ, 2 യങ് ഇന്ത്യ ആനി ബസന്റ്, 3 വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഓപ്ഷൻ എ എല്ലാം ശരി, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 2 and 3, ഓപ്ഷൻ ഡി 1 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? ഒന്ന് എനിക്ക് ശേഷം പ്രളയം ലൂയി 15, ഞാനാണ് രാഷ്ട്രം ലൂയി 14, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യനെ എവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ. ഓപ്ഷൻ എ 3 മാത്രം, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി 1, 3. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വച്ചാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഉത്തര കൊറിയ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ജപ്പാൻ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ഓപ്ഷൻ എ അലുമിനിയം, ഓപ്ഷൻ ബി ഇൽമനൈറ്റ്, ഓപ്ഷൻ സി യുറേനിയം, ഓപ്ഷൻ ഡി ഇരുമ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏതു മാസത്തിലാണ്? ഓപ്ഷൻ എ സെപ്റ്റംബർ, ഓപ്ഷൻ ബി ജനുവരി, ഓപ്ഷൻ സി ഏപ്രിൽ, ഓപ്ഷൻ ഡി ഡിസംബർ. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ എ ആകാശപാത, ഓപ്ഷൻ ബി ജലപാത, ഓപ്ഷൻ സി ഹൈവേ, ഓപ്ഷൻ ഡി റെയിൽ പാത. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏതു സംസ്ഥാനത്തിലാണ്? കേരളം, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഓപ്ഷൻ എ PSLV, ഓപ്ഷൻ ബി GSLV,
ഓപ്ഷൻ സി BSLV, ഓപ്ഷൻ ഡി ESLV. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്ന്, ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. രണ്ടാമത്തെ 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 3, ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. 4, സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഓപ്ഷൻ എ 1, 2 ആൻഡ് 3 ശരിയാണ്. ഓപ്ഷൻ ബി 1, 3 ആൻഡ് 4 ശരിയാണ്. ഓപ്ഷൻ സി 1, 2 ആൻഡ് 4 ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1, 2, 3, 4 എല്ലാം ശരിയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? 1, ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. 2, ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്കുവഹിച്ചു. 3, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. 4, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഓപ്ഷൻ എ 1 ആൻഡ് 3 മാത്രം. ഓപ്ഷൻ ബി 1 മാത്രം. ഓപ്ഷൻ സി എല്ലാം ബന്ധമുള്ളതാണ്. 1, 2, 3 ആൻഡ് 4 ബന്ധമുള്ളതാണ്. ഓപ്ഷൻ ഡി 3 ആൻഡ് 4 മാത്രം. ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. G20 ഉച്ചകോടി 2023മായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1, ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. 2, ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. 3, വസുദൈവ കുടുംബകം മുദ്രാവാക്യം ആയിരുന്നു. 4, 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ഓപ്ഷൻ എ 1, 2 ആൻഡ് 3 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 2, 3 ആൻഡ് 4 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 1, 3 ആൻഡ് 4 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ? ഓപ്ഷൻ എ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം വാങ്ങുന്ന നിരക്കാണ്. ഓപ്ഷൻ ബി വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. ഓപ്ഷൻ സി സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ കനേഷുമാരി സെൻസസ് തുടങ്ങിയ വർഷം? ഓപ്ഷൻ എ 1781, ഓപ്ഷൻ ബി 1781, ഓപ്ഷൻ സി 1681, ഓപ്ഷൻ ഡി 1901. അടുത്ത് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചരക്ക് സേവന നികുതി GST എന്നാൽ? ഓപ്ഷൻ എ പ്രത്യക്ഷ നികുതി മാത്രം. ഓപ്ഷൻ ബി പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ചേർന്നത്. ഓപ്ഷൻ സി പരോക്ഷ നികുതിയും ഭൂനികുതിയും ചേർന്നത്. ഓപ്ഷൻ ഡി പരോക്ഷ നികുതി മാത്രം. നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ? ഓപ്ഷൻ എ ഹോക്കി, ക്രിക്കറ്റ്, കബഡി. ഓപ്ഷൻ ബി റോവിംഗ്, ചെസ്, ഗോൾഫ്. ഓപ്ഷൻ സി ആർച്ചറി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്. ഓപ്ഷൻ ഡി ടെന്നീസ്, സ്ക്വാഷ്, ഷൂട്ടിംഗ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഓപ്ഷൻ എ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓപ്ഷൻ ബി നെഹ്റു കമ്മിറ്റി. ഓപ്ഷൻ സി ക്യാബിനറ്റ് മിഷൻ. ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ കമ്മിറ്റി. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഓപ്ഷൻ ബി ഇന്ത്യൻ വിൻസ് ഫ്രീഡം. ഓപ്ഷൻ സി ട്രെയിൻ ടു പാകിസ്ഥാൻ. ഓപ്ഷൻ ഡി വിങ്സ് ഓഫ് ഫയർ. 22ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. 2, ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. 3, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4, നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി 2 മാത്രം. ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രം. ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. 2, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. 3, തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥനുമേൽ പിഴ ഈടാക്കാം. 4, കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഓപ്ഷൻ എ 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 2, 4 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 1, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച
ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം, ഓപ്ഷൻ സി ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണം, ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? 1 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 3 സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, 4 രാജ്യസഭ ലോകസഭ തെരഞ്ഞെടുപ്പ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2 മാത്രം, ഓപ്ഷൻ ബി 1, 3, 4 മാത്രം, ഓപ്ഷൻ സി 2, 3, 4 മാത്രം, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പോ ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയില് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ദേശീയ പതാക, ഓപ്ഷൻ ബി ഇന്ത്യൻ ഭരണഘടന, ഓപ്ഷൻ സി ദേശീയ ഗാനം, ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ശ്രുതിസാരകം, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി സ്നേഹ സാന്ത്വനം, ഓപ്ഷൻ ഡി ആശ്വാസ കിരണം. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? 1 സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്, 2 ഗവർണർ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ, 3 തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്, 4 സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 3 പ്രസ്താവനകൾ തെറ്റാണ്, ഓപ്ഷൻ ബി 1, 2, 3 പ്രസ്താവനകൾ തെറ്റാണ്, ഓപ്ഷൻ സി പ്രസ്താവന 2 തെറ്റാണ്, ഓപ്ഷൻ ഡി പ്രസ്താവന 3 തെറ്റാണ്. അടുത്ത 29ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ഷാജഹാൻ, ഓപ്ഷൻ ബി ലോക്നാഥ് ബെഹ്റ, ഓപ്ഷൻ സി EK മാഞ്ചി, ഓപ്ഷൻ ഡി സഞ്ജയ് കൗൾ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ്? ഓപ്ഷൻ എ മാർച്ച് 10, ഓപ്ഷൻ ബി ഫെബ്രുവരി 2, ഓപ്ഷൻ സി ഒക്ടോബർ 24, ഓപ്ഷൻ ഡി ഡിസംബർ 6. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1 ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു, 2 കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, 3 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്, 4 കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഓപ്ഷൻ എ 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി 1, 3, 4 പ്രസ്താവനകൾ മാത്രം ശരിയാണ്, ഓപ്ഷൻ സി 1, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്, ഓപ്ഷൻ ഡി 1, 2, 4 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂര്, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി കോട്ടയം. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിൽ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് സ്ഥാപിക്കപ്പെട്ട ഏജൻസി? ഓപ്ഷൻ എ സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ, ഓപ്ഷൻ ബി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ, ഓപ്ഷൻ സി ലോക്പാല്, ഓപ്ഷൻ ഡി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അടുത്ത് 34ാമത്തെ ക്വസ്റ്റ്യൻ, ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓക്സിറ്റോസിൻ, വാസോപ്രാസിൻ, ഓപ്ഷൻ സി പ്രോലാക്റ്റിൻ, ഓപ്ഷൻ ഡി മെലാറ്റോണിൻ. ഇനി 35ാമത്തെ ചോദ്യം, കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ ഗ്രസിനി, ഓപ്ഷൻ ബി യൂസ്റ്റേഷ്യനാലി, ഓപ്ഷൻ സി കർണനാളം, ഓപ്ഷൻ ഡി ചെവിക്കുട. 36ാമത്തെ ക്വസ്റ്റ്യൻ, IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? 1 ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം, 2 ജപ്പാനാണ് IUCN-ന്റെ ആസ്ഥാനം, 3 റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു, 4 ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ ശരി, ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ ശരി, ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരി, ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവ ശരി. അടുത്ത് 37ാമത്തെ ചോദ്യം, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ഡിഫ്തീരിയ, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി എയ്ഡ്സ്, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ഇനി 38ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഇനി 39ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? 1 സിക്കിൾ സെൽ അനീമിയ, 2 ഹീമോഫീലിയ, 3 ഡിഫ്തീരിയ, 4 സിലിക്കോസിസ്.
ഓപ്ഷൻ എ 1, 2 എന്നിവ, ഓപ്ഷൻ ബി 1, 3 എന്നിവ, ഓപ്ഷൻ സി 2, 3 എന്നിവ, ഓപ്ഷൻ ഡി 3, 4 എന്നിവ. അടുത്ത 40ാമത്തെ ചോദ്യം. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ എ തൈറോയിഡ്, ഓപ്ഷൻ ബി പൈനിയൽ ഗ്രന്ഥി, ഓപ്ഷൻ സി പാരാതൈറോയിഡ്, ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അടുത്ത 41ാമത്തെ ചോദ്യം. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി അമേരിക്ക. അടുത്ത് 42ാമത്തെ ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ എ 5 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 10 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 20 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 40 സെന്റിമീറ്റർ. അടുത്ത 43ാമത്തെ ചോദ്യം. സ്ഥിരസ്ഥീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവില് ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ എ 1:√2, ഓപ്ഷൻ ബി 1:4, ഓപ്ഷൻ സി 1:2, ഓപ്ഷൻ ഡി 4:1. അടുത്ത് ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ഓപ്ഷൻ എ മൈക്രോ തരംഗങ്ങള്, ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് തരംഗങ്ങള്, ഓപ്ഷൻ സി അൾട്രാവയലറ്റ് തരംഗങ്ങള്, ഓപ്ഷൻ ഡി ദൃശ്യ തരംഗങ്ങള്. അടുത്ത് ചന്ദ്രയാൻ 3യിലെ വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ള എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ എ 14 ചാന്ദ്ര ദിനങ്ങള്, ഓപ്ഷൻ ബി 28 ചാന്ദ്ര ദിനങ്ങള്, ഓപ്ഷൻ സി 14 ഭൗമദിനങ്ങള്, ഓപ്ഷൻ ഡി 28 ഭൗമദിനങ്ങള്. ഇനി 46ാമത്തെ ചോദ്യം. ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ ഇലക്ട്രോൺ ഡൈനാമിക്സ്, ഓപ്ഷൻ ബി തെർമോഡൈനാമിക്സ്, ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫിസിക്സ്, ഓപ്ഷൻ ഡി ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ 47ാമത്തെയാണ്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? ഓപ്ഷൻ എ മർദ്ദവും ഊഷ്മാവും കൂട്ടുക, ഓപ്ഷൻ ബി മർദ്ദവും ഊഷ്മാവും കുറയ്ക്കുക, ഓപ്ഷൻ സി മർദ്ദവും കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക, ഓപ്ഷൻ ഡി മർദ്ദം കുറയ്ക്കുക ഊഷ്മാവ് കൂട്ടുക. ഇനി 48ാമത്തെ ചോദ്യം. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരില് സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാനുള്ള ഉപയോഗിക്കുന്ന അക്വാ റീജിയനിൽ അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ എ HCl H2SO4, ഓപ്ഷൻ ബി HNO3 H2SO4, ഓപ്ഷൻ സി HCl H2SO3, ഓപ്ഷൻ ഡി HCl HNO3. 49ാമത്തെ ചോദ്യം. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്? ഓപ്ഷൻ എ ഏകാത്മക മിശ്രിതം, ഓപ്ഷൻ ബി ഭിന്നാത്മക മിശ്രിതം, ഓപ്ഷൻ സി മൂലകം, ഓപ്ഷൻ ഡി സംയുക്തം. ഇനി 50ാമത്തെ ചോദ്യം. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകള്, ഓപ്ഷൻ ബി ഹൈഡ്രജൻ ഇന്ധനം, ഓപ്ഷൻ സി ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഇനി അടുത്ത 51ാമത്തെ ചോദ്യം. സാധാരണ ഉപയോഗിക്കുന്ന സിമെന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം? ഓപ്ഷൻ എ CaO, ഓപ്ഷൻ ബി SiO2, ഓപ്ഷൻ സി Ai2O3, ഓപ്ഷൻ ഡി ജിപ്സം. ഇനി 52ാമത്തെ ചോദ്യം. മലയാള നാടകങ്ങളില് സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവല്? ഓപ്ഷൻ എ അലിംഗം, ഓപ്ഷൻ ബി ആനന്ദഭാരം, ഓപ്ഷൻ സി സമ്പർക്ക ക്രാന്തി, ഓപ്ഷൻ ഡി അന്ധകാര നഴി. ഇനി 53ാമത്തെ ചോദ്യം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ്? ഓപ്ഷൻ എ സ്മൃതി മന്ദാന, ഓപ്ഷൻ ബി മിന്നുമണി, ഓപ്ഷൻ സി ഷഫാലി വർമ്മ, ഓപ്ഷൻ ഡി ഹർമൻപ്രീത് കൗർ. ഇനി 54ാമത്തെ ചോദ്യം. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികൾ? ഓപ്ഷൻ എ അയ്യപ്പ പണിക്കർ, ഓപ്ഷൻ ബി സുഗതകുമാരി, ഓപ്ഷൻ സി PP രാമചന്ദ്രൻ, ഓപ്ഷൻ ഡി കടമനിട്ട. ഇനി 55ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ BNCAP, ഓപ്ഷൻ ബി NSAP, ഓപ്ഷൻ സി NREGA, ഓപ്ഷൻ ഡി MDM. ഇനി 56ാമത്തെ ചോദ്യം. ശരിയായ ജോഡി കണ്ടെത്തുക. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്. 2 MD വാസുദേവൻ നായർ, ഹെമിംഗ്വേ. ഓപ്ഷൻ 3ാമത്തെ ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. 4 വള്ളത്തോർ, മാർക്ക് ട്വെയിൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 1, 2, 4 മാത്രം ശരി. ഓപ്ഷൻ ബി 2, 3, 4 മാത്രം ശരി. സി 1, 3, 4 മാത്രം ശരി. ഡി 1, 2, 3 മാത്രം ശരി.
ഇനി 57ാമത്തെ ചോദ്യം, കഥകളി വിജ്ഞാനകോശം രചിച്ചതാര്? ഓപ്ഷൻ എ കൊട്ടാരക്കര തമ്പുരാൻ, ഓപ്ഷൻ ബി KPS മേനോൻ, ഓപ്ഷൻ സി SK നായർ, ഓപ്ഷൻ ഡി ഐമനം കൃഷ്ണ കൈമൾ. അടുത്ത് 58ാമത്തെ ചോദ്യം, തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഓപ്ഷൻ എ രണ്ടിടങ്ങഴി, ഓപ്ഷൻ ബി ചെമ്മീൻ, ഓപ്ഷൻ സി ഏണിപ്പടികൾ, ഓപ്ഷൻ ഡി കയറ്. ഇനി 59ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയില് ശരിയായ പ്രസ്താവനകൾ ഏതാ? 1. ഒരു നെറ്റ്വർക്കിലെ ഡിജിറ്റൽ സിഗ്നൽ അനലോഗായും തിരിച്ചും മാറ്റാനുള്ള കഴിവുള്ള ഉപകരണമാണ് മോഡം. 2. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. 3. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രം സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ബി മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രം. 60ാമത്തെ ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, IT ആക്ട് 2000 അല്ലെങ്കിൽ IT ആക്ട് 2000 ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി? ഓപ്ഷൻ എ 2000 നവംബർ 7-ന്, ഓപ്ഷൻ ബി 2000 ഒക്ടോബർ 10-ന്, ഓപ്ഷൻ സി 2000 ഓഗസ്റ്റ് 7-ന്, ഓപ്ഷൻ ഡി 2000 ഓഗസ്റ്റ് 17-ന്. അടുത്ത ക്വസ്റ്റ്യൻ, 61ാമത്തെ ചോദ്യം, വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ന്യൂലിക്സ്, HPFS, മൈക്രോസോഫ്റ്റ് വിൻഡോസ് EXT4, ആപ്പിൾ മാക്സ് OS NTFS. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 2 2 3 3 1, ഓപ്ഷൻ ബി 1 1 2 3 3 2, ഓപ്ഷൻ സി 1 2 2 3 3 2, ഓപ്ഷൻ ഡി 1 3 2 2 3 1. 62ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ്? ഓപ്ഷൻ എ ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ഓപ്ഷൻ ബി HDFC, ഓപ്ഷൻ സി ഇൻഫോസിസ്, ഓപ്ഷൻ ഡി റിലയൻസ് ഇൻഡസ്ട്രീസ്. 63ാമത്തെ ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടി ഇന്ത്യൻ താരം? ഓപ്ഷൻ എ പൃഥ്വിരാജ് ടോൺ ഡയമണ്ട്, ഓപ്ഷൻ ബി മെഹുലി ഘോഷ്, ഓപ്ഷൻ സി കിരൺ ബാലി, ഓപ്ഷൻ ഡി ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. ഇനി 64ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? ഓപ്ഷൻ എ ഏതെങ്കിലും വ്യക്തി ആവശ്യപ്പെടുമ്പോൾ, ഓപ്ഷൻ ബി അത് പൊതുപ്രവർത്തനത്തിൽ ഉൾപ്പെടുമ്പോൾ, ഓപ്ഷൻ സി ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ, ഓപ്ഷൻ ഡി അത് വാണിജ്യ പ്രാധാന്യം ഉൾപ്പെടുമ്പോൾ. ഇനി 65ാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, ഓപ്ഷൻ ബി ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരത്തെയും വിലയും കുറിച്ച് അറിയിക്കാനുള്ള അവകാശം, ഓപ്ഷൻ സി അന്യായമായ വ്യാപാര സമുദായങ്ങൾക്കെതിരെ പരിഹാരം നേടാനുള്ള അവകാശം, ഏതെങ്കിലും ചരക്കുകളോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാതെ ആക്സസ് ചെയ്യാനുള്ള അവകാശം. 66ാമത്തെ ചോദ്യം നോക്കാം. 2005-ലെ ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? ഓപ്ഷൻ എ ശാരീരിക ഉപദ്രവം മാത്രം അടിസ്ഥാനമാക്കി, ഓപ്ഷൻ ബി പ്രതികരിക്കുന്നയാളുടെ ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കി, ഓപ്ഷൻ സി കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളുടെ സാഹചര്യങ്ങളും കണക്കിലെടുത്ത്, ഓപ്ഷൻ ഡി ഇരയുടെ ധാരണ പ്രകാരം. ഇനി 67ാമത്തെ ചോദ്യം, മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ്? ഓപ്ഷൻ എ മുതിർന്ന പൗരൻ മെയിൻ്റനൻസ് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഓപ്ഷൻ ബി മുതിർന്ന പൗരന് മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലെങ്കിൽ, ഓപ്ഷൻ സി ബന്ധു മുതിർന്ന പൗരന്റെ ഏക കുട്ടിയാണെങ്കിൽ, ഓപ്ഷൻ ഡി മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താല്. അടുത്ത 68ാമത്തെ ചോദ്യം, 2012-ലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ 1 വർഷത്തിൽ കൂടാത്ത തടവ്, ഓപ്ഷൻ ബി 3 വർഷത്തിൽ കൂടാത്ത തടവ്, ഓപ്ഷൻ 5 വർഷത്തിൽ കൂടാത്ത തടവ്, ഓപ്ഷൻ ഡി തടവില്ലാത്ത പിഴ. ഇനി 69ാമത്തെ ചോദ്യം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുവാൻ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 31, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 32, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 33, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 34. ഇനി 70ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ? ഓപ്ഷൻ എ ജയന്തി പട്നായിക്, ഓപ്ഷൻ ബി ഡോക്ടർ പൂർണിമ അദ്വാനി, ഓപ്ഷൻ ഡി ഡോക്ടർ ഗിരിജ വ്യാസ്, ഓപ്ഷൻ ഡി മോഹിനി ഗിരി.
ഇനി 71ാമത്തെ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 55 ആയാൽ വൈയുടെ വില എന്ത്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 7. ഇനി 72ാമത്തെ ചോദ്യം, ഒരു മട്ടത്രികോണത്തിന്റെ കർണം 1 2 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററും ആയാൽ അതിന്റെ ചുറ്റളവ് എന്ത്? √2 = 1.41 ആണ്. ഓപ്ഷൻ എ 3.04 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 3.08 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 3.41 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 3 സെന്റിമീറ്റർ. ഇനി 73ാമത്തെ ചോദ്യം, 40 പേർ ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. ഇതേ ജോലി ഒരാൾ ഒരു ദിവസം 11 മണിക്കൂർ ചെയ്ത് 16 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേരെ ഒഴിവാക്കണം? ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 22. ഇനി 74ാമത്തെ ചോദ്യം, ഒരു സംഖ്യയും അതിന്റെ 3/5 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം 50 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ 75, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 125, ഓപ്ഷൻ ഡി 225. അടുത്ത് 75ാമത്തെ ചോദ്യം, ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നതിനേക്കാൾ 30% കുറവ് ലഭിച്ചു. അയാൾ അത് 25% ലാഭത്തിൽ 8750 രൂപയ്ക്ക് വിറ്റാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്ത്? ഓപ്ഷൻ എ 10000, ഓപ്ഷൻ ബി 12000, ഓപ്ഷൻ സി 16000, ഓപ്ഷൻ ഡി 17000. 76ാമത്തെ ചോദ്യം, ABCDEFGHIJKLMNOPQRSTUVWXYZ മുകളിൽ നൽകിയിരിക്കുന്ന അക്ഷരമാല നിരയിൽ നിങ്ങളുടെ ഇടത്ത് നിന്ന് 15ാമത്തേതായി വന്നിരിക്കുന്ന അക്ഷരത്തിന്റെ വലതുവശത്ത് നിൽക്കുന്ന 8ാമത്തെ അക്ഷരം ഏത്? ഓപ്ഷൻ എ ജി, ഓപ്ഷൻ ബി എച്ച്, ഓപ്ഷൻ സി ബി എ, ഓപ്ഷൻ ഡി ഡബ്ല്യു. അടുത്ത് 77ാമത്തെ ചോദ്യം, ഡ്രാമ എന്ന വാക്കിനെ AVXOX എന്ന് എഴുതിയാൽ വേൾഡ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ TSOPA, ഓപ്ഷൻ ബി STXPA, ഓപ്ഷൻ സി TSNOA, ഓപ്ഷൻ ഡി TTOPA. ഇനി 78ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. RNJXTPMIEZWR. ഇനി 79ാമത്തെ ചോദ്യം, 4, 9, 19, 39, 79. അടുത്ത ഏതാ വരുന്നത്? ഓപ്ഷൻ എ 169, ഓപ്ഷൻ ബി 159, ഓപ്ഷൻ സി 119, ഓപ്ഷൻ ഡി 139. ഇനി 80ാമത്തെ ചോദ്യം, മുരളി 25 കിലോമീറ്റർ തെക്കോട്ട് നടക്കുന്നു. പിന്നീട് അയാളുടെ വലതുവശത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ പോയി ഇടത്തേക്ക് തിരിഞ്ഞ് 10 കിലോമീറ്റർ പോകുന്നു. അവസാനം ഒന്നുകൂടി ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോകുന്നു. പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് മുരളി എത്ര ദൂരം അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഓപ്ഷൻ എ 130 കിലോമീറ്റർ, ഓപ്ഷൻ ബി 40 കിലോമീറ്റർ, ഓപ്ഷൻ സി 35 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 45 കിലോമീറ്റർ. 81ാമത്തെ ചോദ്യം, ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി ഓഫ്, ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി വിത്ത്. 82ാമത്തെ ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് സിംഗ് ഫോർ 2 hours. ഓപ്ഷൻ എ വേർ സിംഗിങ്, ഓപ്ഷൻ ബി സിംഗ്സ്, ഓപ്ഷൻ സി വുഡ് സിംഗ്, ഓപ്ഷൻ ഡി ഹാസ് ബീൻ സിംഗിങ്. അടുത്ത ക്വസ്റ്റ്യൻ 83ാമത്തെ ചോദ്യം, ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. ഓപ്ഷൻ എ ഡു ഹി, ഓപ്ഷൻ ബി ഡസ് ഹി, ഓപ്ഷൻ സി വിൽ ഹി, ഓപ്ഷൻ ഡി വാസ് ഹി. 84ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. He is painting the house. Option A, the house is being painted by him. Option B, the house was being painted by him. Option C, the house were being painted by him. Option D, the house were being painted by him. ഇനി 85ാമത്തെ ചോദ്യം, choose the correct form of the verb to make a conditional sentence. If I were a millionaire, I dash generously to good causes. Option A would give, option B would have given, option C had given, option D will give. 86ാമത്തെ ചോദ്യം, choose the correct antonym of the given word defeat. Option A complete, option B support, option D trump, option D adapt. ഇനി 87ാമത്തെ ചോദ്യം, choose the correct phrasal verb to complete the sentence. Why did you dash our meeting? Option A call on, option B call off, option C call at, option D call for. അടുത്ത 88ാമത്തെ ചോദ്യം, choose the correct synonym of the word sublime. Option A privilege, option B exhaustion, option D C naive, option D noble. ഇനി 89ാമത്തെ ചോദ്യം, the feminine gender of the fox is. Option A Mary, option B vixen, option D C doe, option D EWE EU. ഇനി 90ാമത്തെ ചോദ്യം,
വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? മില്ലേനിയം, 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 മില്ലേനിയം. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 90ാമത്തെ ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത 91ാമത്തെ ചോദ്യം, വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം. ഓപ്ഷൻ എ വായസം, ഓപ്ഷൻ ബി ഗരതം, ഓപ്ഷൻ സി ഷോളം, ഓപ്ഷൻ ഡി ഗരളം. ഇനി 92ാമത്തെ ചോദ്യം, മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ അലിംഗ ബഹുവചനം, ഓപ്ഷൻ ബി സലിംഗ ബഹുവചനം, ഓപ്ഷൻ സി ബഹുവചനം, ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. 93ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയില് പുല്ലിംഗത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ അധ്യാപകൻ, ഓപ്ഷൻ ബി പുരുഷൻ, ഓപ്ഷൻ സി കുട്ടി, ഓപ്ഷൻ ഡി അവൻ. ഇനി 94ാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അത്ഭുതം, 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 അത്ഭുതം. 95ാമത്തെ ചോദ്യം, അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി. ഓപ്ഷൻ എ ആനച്ചന്തം, ഓപ്ഷൻ ബി ആഷാഢഭൂതി, ഓപ്ഷൻ സി അഴകിയ രാവണൻ, ഓപ്ഷൻ ഡി ആപാദചൂഡം. ഇനി 96ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയില് ഭൂമി എന്ന അർത്ഥം ലഭിക്കുന്ന പദം. ഓപ്ഷൻ എ ക്ഷിതി, ഓപ്ഷൻ ബി തടിനി, ഓപ്ഷൻ സി വാഹിനി, ഓപ്ഷൻ ഡി കൂലായം. അടുത്ത 97ാമത്തെ ചോദ്യം, നിന്ന എന്ന പദത്തിന്റെ വിപരീതം. നന്ദി, അനിന്ന, അധമം, സ്തുതി. അടുത്ത്, കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം. ഒഴുക്കിനെതിരെ നീന്തണം, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം, ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം, ചിന്തിച്ചു പ്രവർത്തിക്കണം. 99ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം. താമരക്കുളം, ഇറ്റിറ്റ്, മണ്ഡലം, വഴിയുണ്ട്. 100ാമത്തെ ചോദ്യം, യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ യഥാ ഇഷ്ടം, യഥേഷ്ടം, യഥോഷ്ടം, യഥായിഷ്ടം. അപ്പോൾ ആൻസർ കീ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന മാർക്ക് എനിക്ക് മെസ്സേജ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് 55 അപ്പോൾ നമുക്ക് ആരൊക്കെ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും അവരവർക്ക് ലഭിക്കുന്ന മാർക്കുകൾ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നമസ്കാരം.